ആരാധകർക്ക് നിരാശ മാത്രം സമ്മാനിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണും അവസാനിപ്പിച്ചത്. ഹോം ഗ്രൗണ്ടിലെ തോൽവികളാണ് ബ്ലാസ്റ്റേഴ്സിന് ഇക്കുറി കനത്ത തിരിച്ചടിയായത്. കടങ്ങളൊന്നും വീട്ടാതെ, കലിപ്പൊന്നും അടക്കാതെ പതിവ് പോലെ 11ാം സീസണിലും നിരാശ മാത്രം ബാക്കിയാക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. തുടരെ 3 സീസണിൽ പ്ലേ ഓഫിൽ കളിച്ച ബ്ലാസ്റ്റേഴ്സ് ഇക്കുറി 8ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. ഇവാൻ വുക്കോ മനോവിച്ചിന് പകരമെത്തിയ കോച്ച് മിഖായൽ സാറയ്ക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് നേരിട്ടത് തുടർ തോൽവികളാണ്. ഇപ്പോഴിതാ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ പ്രകടനം വിലയിരുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ IM വിജയൻ. ഈ സീസണിൽ തീർച്ചയായും പ്ലേ ഓഫിൽ യോഗ്യത നേടേണ്ട ടീം തന്നെയായിരുന്നു ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് എന്ന് വിജയൻ അഭിപ്രായപ്പെട്ടു. പക്ഷേ നല്ലൊരു തുടക്കം കണ്ടെത്തുന്നതിൽ ടീം പരാജയപ്പെട്ടു. ചില അനാവശ്യമായ തോൽവികൾ ചോദിച്ചു വാങ്ങിയതായാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും IM വിജയൻ ചൂണ്ടിക്കാട്ടി. ഒരു കിരീടം തേടിയുള്ള കാത്തിരിപ്പിന് 11 വർഷം. ISL ഒരു പതിപ്പ് കൂടി പിന്നിടുമ്പോൾ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കുണ്ടായ മാറ്റം കിരീടമോഹത്തിന് ഒരു വയസ്സ് കൂടി എന്നതാകും. പ്ലേ ഓഫിൽ ആദ്യ സ്ഥാനങ്ങൾ നേടേണ്ട ടീം തന്നെയായിരുന്നു ഇത്തവണ ബ്ലാസ്റ്റേഴ്സ്. ഗോൾ അടിക്കാൻ ആയുധങ്ങളെല്ലാം ഉണ്ടായിട്ടും ഒന്നുമാകാതെ പോയി ഇത്തവണ നമ്മുടെ ടീം. എന്തായിരുന്നു ഈ ടീമിന്റെ കുഴപ്പമെന്ന് ആലോചിച്ചാൽ ഉത്തരം കിട്ടില്ല. പക്ഷേ തുടക്കം നന്നായാൽ പാതി നന്നായി എന്നാണല്ലോ പറയുന്നത്. ബ്ലാസ്റ്റേഴ്സ് വീണതും അവിടെയാണ്. പുതിയ കോച്ചിനു കീഴിൽ നല്ലൊരു തുടക്കം കണ്ടെത്തുന്നതിൽ ടീം പരാജയപ്പെട്ടു. അനാവശ്യമായ ചില തോൽവികൾ ചോദിച്ചു വാങ്ങി. നിലവിൽ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് പരിഹരിച്ചപ്പോഴേക്കും സമയം കടന്നുപോയിരുന്നു. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ലെന്നും ബ്ലാസ്റ്റേഴ്സ് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത്തവണ വീഴ്ചയുടെ കാര്യത്തിൽ മാത്രമല്ല ഇങ്ങനെ കുറിക്കുന്നത്. ആരാധകരും അവരുടെ ആവേശവുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ജീവനാടി. വിജയങ്ങൾ മോഹിച്ചാണ് അവർ ടീമിനെ പിന്തുണയ്ക്കുന്നത്. അവരുടെ മോഹങ്ങൾ പൂവണിയാൻ ഇനിയും വൈകിയാൽ ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് തന്നെയാകും അതിന്റെ നഷ്ടം. ഹെസൂസ് ഹിമിനെയും കോറു സിംഗും വിപിൻ മോഹനനും നോവ സദുയിയുമാണ് ഈ സീസണിൽ ആഹ്ലാദം സമ്മാനിച്ച ചില മുഖങ്ങൾ. ഒരാൾ കൂടിയുണ്ട്, എന്റെ സുഹൃത്തു കൂടിയായ കോച്ച് പുരുഷോത്തമൻ. ഒരു ഡസൻ മത്സരങ്ങളിൽ ടീമിന്റെ ചുമതല വഹിച്ച പുരുഷു ആ റോൾ മോശമാക്കിയില്ല എന്നതും സംതൃപ്തി നൽകുന്നതാണെന്ന് IM വിജയൻ പറഞ്ഞു.